മനുഷ്യാവകാശ പ്രവർത്തകനും ബിസിനസ്സുകാരനുമായ കമൽ ഹസൻ മുഹമ്മദിന്റെ ആത്മകഥ ഡെയറിംഗ് പ്രിൻസ് അങ്കമാലിയിൽ പ്രകാശനം ചെയ്തു. യമനിലെ ആഭ്യന്തര കലാപങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവബഹുലമായ ജീവിതമാണ് ആത്മകഥയിൽ അവതരിപ്പിക്കുന്നത്. യമനിലെ യുദ്ധമുഖത്തുനിന്ന് യമൻകാരിയായ ജീവിത പങ്കാളിയും 3 മക്കളുമൊത്ത് നാട്ടിലെത്തിയ ശേഷം നേര്യമംഗലം തലക്കോടാണ് കണ്ണൂർ സ്വദേശിയായ കമൽ ഹാസൻ താമസിക്കുന്നത്. യമനിലെ ആഭ്യന്തര കലാപങ്ങളും തുടർന്ന് സാമൂഹ്യ സേവന രംഗത്തേക്ക് തിരിഞ്ഞതുമായ ജീവിതമാണ് ആത്മകഥ പറയുന്നത്. ആർട്ലെക്സ് പാരഗണിൽ നടന്ന ചടങ്ങിൽ ആത്മീയ ഗുരുവും സഹപാഠിയുമായ ഡോക്ടർ മോഹൻജി ആദ്യ കോപ്പി മുൻ നയതന്ത്ര പ്രതിനിധി വേണു രാജാമണിക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. നമുക്ക് തോന്നുന്നത് ഇത് എല്ലാവരുടെയും കൂടെ ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ്. കൊളാബറേറ്റീവ് എഫേർട്ടാണ് ഒരു പരിധി വരെ. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് യുവർ വർക്ക്, യുവർ ഡെത്ത്, യുവർ എക്സ്പീരിയൻസ്. നമുക്ക് ഇതിന്റെ ഈ ബൗണ്ടറിക്കകത്ത് നിന്നിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ പുസ്തകത്തിന്റെ പ്രകാശന സമയത്ത് നമ്മളെല്ലാവരും ഒത്തുകൂടിയതിൽ എനിക്ക് തോന്നുന്നു ഇത് ഒരു ഗ്രാൻഡ് കൊളാബറേഷൻ എന്നൊരു ഫീലിംഗ് ആണ് അതിൻ്റെ. കാരണം നമ്മൾ എന്തിനോ ഒക്കെ വന്ന് എവിടുന്നൊക്കെ വന്ന് എന്തിനോ ഒക്കെ നടന്ന് ഇവിടെ എല്ലാവരും ചേർന്നു. ഈ സമയത്ത് നേരത്തെ റോബിൻജി പറഞ്ഞ പോലെ ഓരോ ആൾക്കാരും അവരവരുടെ ലെവലിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവരുടെ വ്യക്തിപരമായിട്ട് അവർ ഓരോരുത്തരും ഓരോ ലെവലിൽ വളരെ പ്രസക്തിയുള്ള ആൾക്കാരാണ് സൊസൈറ്റിയിൽ. സിനിമാ സംവിധായകരായ കെ മധു, റോബിൻ തിരുമല, സുനിൽ കാരന്തൂർ, മുൻസിഫ് കോടതി ജഡ്ജി കെ കാർത്തിക, ഫാദർ മൈക്കിൾ മാളിയേക്കൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മുംബൈയിലെ കോകിലബെൻ ധീരുഭായ് അംബാനി ഹോസ്പിറ്റലിന്റെ ഇന്റർനാഷണൽ ബിസിനസ് അസോസിയേറ്റ് കൂടിയായ കമൽ ഹാസൻ മൗറീഷ്യസിലെ ബെൽമേ ട്രിപ്പിന്റെ ഡയറക്ടർ കൂടിയാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ ഇ-കൊമേഴ്സ് സൈറ്റുകളിൽ പുസ്തകം ലഭിക്കും. ജീവൻ ന്യൂസ്, കൊച്ചി.